വാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ രാപ്പകൽ ഭേദമെന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായി തീരുവാൻ ആ സമയത്തിനു വേണ്ടി സ്തോത്രം. ഇന്ന് ഒരുമിച്ചുള്ളതായുള്ള ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അത് ഇപ്രകാരം പറയുന്നു: മുന്നും പിന്നും നടന്ന ജനം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടേയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആയിരിക്കുന്നിടങ്ങളിൽ ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എന്തുള്ളു യോഗ്യതായൻ ദൈവമേ, എന്തുള്ളു യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം. എന്തുള്ളു യോഗ്യതായൻ ദൈവമേ, എന്തുള്ളു യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം, നിൻ കൃപ ഒന്നു മാത്രം. സ്നേഹവാനായ സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ മുന്നിൽ വായിക്കപ്പെട്ട വചനത്തിനു വേണ്ടി സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഈ വചനം ഞങ്ങളോട് ക്രിയ ചെയ്യണമേ. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതിൻ്റെ മക്കളും അവിടുത്തെ വക. ആത്മാവിൽ കുഴയ്ക്കപ്പെട്ട ദൂത് സംസാരിക്കുവാൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ, ആമീൻ. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാം സുപരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ധ്യാനങ്ങളെ കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഹോശാന ഞായർ. ഹല്ലേലൂയ. ചിലർ പാം സൺഡേയെന്നും കുരുത്തോല പെരുന്നാളിൻ്റെ ദിവസമെന്നും ഹോശാന ഞായറാഴ്ചയൊന്നൊക്കെയും പറയുന്ന ആ ഒരു ദിവസമാണ് വരുന്നത്. ഹോശാന എന്ന വാക്കിൻ്റെ അർത്ഥം അത് ദൈവമേ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഓ ലോർഡ് സേവ് us now, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായുള്ള ഈ ഹോശാന ദിവസത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയമായ യാത്രയുടെ ഒരനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായുള്ള ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. 21-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിൽ നടത്തപ്പെട്ടതായുള്ള സംഭവ പശ്ചാത്തലമാണ് ഇത്. എന്താണ് അവൻ അവിടെ വായിക്കുകയാണ്. അവൻ യെരുശലേമിൻ്റെ അടുക്കൽ ബെത്ഫാഗിയിൽ ബഥാനിയ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പട്ടണത്തിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കഴുതയും ഒരു കുട്ടിയെയും കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ ഇതെൻ്റെ യജമാനു ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്രകാരം അഴിച്ചുകൊണ്ട് വന്നു. നമുക്കറിയാം, അഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവനതിൽ കയറി. അവിടെ നിന്ന ജനം ഹല്ലേലൂയ ഇപ്രകാരം തങ്ങളുടെ വസ്ത്രമെടുത്ത് അതിന്മേലിട്ടിട്ട് ഹല്ലേലൂയ അവനെ കയറ്റിയെടുത്തിട്ട് കുരുത്തോലകൾ വീശിക്കൊണ്ട് സൈത്തിൻ കൊമ്പുകൾ വെട്ടിക്കൊണ്ട് അവരിപ്രകാരം
ഇപ്രകാരം പറഞ്ഞ പാട്ടാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അത് ഹല്ലേലൂയ, അത് എന്താണ് അങ്ങനെ പാടുവാൻ കാരണം, എന്താണ് കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ കാരണം? സെക്കരിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം പറയുന്നുണ്ട്, സിയോൻ പുത്രി ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത്, അവൻ്റെ കുട്ടിയായ ആ കഴുതയുടെ പുറത്ത് വാഹനമേറി ഹല്ലേലൂയ കടന്നു വരുന്ന ആ പ്രവചന നിവൃത്തിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബത്ഫാഗ എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത അത്തിപ്പഴങ്ങളുടെ നാട്. ബെഥാനിയ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെതായുള്ളൊരു വീട്. ജെറുസലേം എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് പീസ്, സിറ്റി ഓഫ് ഷാലോം, ഹല്ലേലൂയ ഫൗണ്ടേഷൻ ഓഫ് പീസ് എന്നൊക്കെയും നമ്മൾ പറയാം. അപ്പത്തിൻ്റെ പട്ടണം, ദ ബ്ലെസ്സഡ് സിറ്റി ഓഫ് ദ വേൾഡ് എന്നൊക്കെയും നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഹല്ലേലൂയ നമ്മളിത് വായിക്കുമ്പോൾ, ഈ ഓശാന ഞായറാഴ്ചയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ആദ്യം കടന്നു വന്ന ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതിനകത്ത് നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കും. എന്താണ് ഹല്ലേലൂയ? പാസ്റ്റിൽ എന്താണ്? ഈ ജനം റോമ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ അടിച്ചമർത്തപ്പെട്ട ജനം. അവരുടെ ഒരു പ്രത്യാശയാണ് ഹല്ലേലൂയ, അവരുടെ പ്രവചന നിവൃത്തിയാണ്. അവർക്കൊരു രാജാവ്, ഒരു മെശിഹ വരും. ആ മെശിഹ തങ്ങളുടെ ഇടയിൽ നിന്ന് വരുമെന്ന് ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. അതല്ല, അവരുടെ ഇടയിൽ വളർന്ന തച്ചൻ്റെ മകനായ യേശു അവിടെ ചെയ്ത അത്ഭുതങ്ങൾ, ഉയർത്തെഴുന്നേറ്റ ലാസർ, ബഥാനിയിലെ പല അനുഭവങ്ങൾ നമുക്കറിയാം. നയീൻ പട്ടണത്തിലെ വിധവ ഉയർപ്പി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവൻ തന്നെയാണ് മശിഹ. ആ മശിഹ ഞങ്ങളെ രക്ഷിക്കുവാൻ കടന്നു. അതുകൊണ്ട് അവന് ഹല്ലേലൂയ മുന്നും പിന്നും നടന്ന ജനം. അപ്പോൾ അവർ കാത്തിരുന്നതായുള്ള അനുഭവം അവരുടെ ഫാസ്റ്റിലായിരുന്നു. എന്നാൽ പ്രസൻറ്റിൽ അവർ കാത്തിരുന്നപ്പോൾ അവിടെ മശിഹ വന്നു കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ മശിഹായ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ മശിഹായെ നാം കൈക്കൊള്ളുന്ന അനുഭവം. ഫ്യൂച്ചർ എന്താണ്? നാം ഒരു സ്വർഗീയ യെരൂശലേമിലുള്ള യാത്രക്കാരാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? രാജാതിരാജാവും കർത്താവുമായ അവൻ വരുന്നുണ്ട്. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവമായിരിക്കണം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് എങ്കിൽ നമ്മളെ എതിരേൽപ്പാൻ നമ്മുടെ രാജാതിരാജാവ് കർത്താവ് വീണ്ടും ഹല്ലേലൂയ എവിടെയാണ്? ജെറുസലേമിൽ ഒലിവുമലയിൽ ഹല്ലേലൂയ അവൻ സെക്കരിയ പ്രവചനത്തിൽ പറയുന്ന പോലെ ആ പ്രവചനം ഹല്ലേലൂയ നിവർത്തിയാകും. ഇന്ന് ഹല്ലേലൂയ ഞാൻ ഈ ഓശാന ഞായറാഴ്ചയോടുകൂടി അനുബന്ധിച്ച് ഹല്ലേലൂയ 4 കൂട്ടം ആൾക്കാരും അവരുടെ പ്രതികരണവും അവരുടെ അനുഭവവുമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാമത് ഹല്ലേലൂയ ശിഷ്യന്മാർ, രണ്ടാമത് കഴുത, മൂന്നാമത് പുരുഷാരം, നാലാമത് യേശു ക്രിസ്തു. ഒന്നാമതായിട്ട് ശിഷ്യന്മാർ, അവർ 2 പേര് പറയുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തൊരു ഗ്രാമത്തിൽ പോയി ഹല്ലേലൂയ കഴുതയും 2 കുട്ടിയെയും കാണും, അവയെ അഴിച്ചുകൊണ്ട് വരണം. ഹല്ലേലൂയ ചെന്ന് അഴിച്ചു. ആൾക്കാർ ചോദിച്ചു, യജമാനന് ആവശ്യമുണ്ട്. ആരും എതിര് പറഞ്ഞില്ല. ഒന്നാമതായിട്ട് ഹല്ലേലൂയ ശിഷ്യന്മാർ ഹല്ലേലൂയ അത് അനുസരിച്ചു. 1 ശമൂവേൽ 15:22 വാക്യം പറയുന്നു, ഇതാ അനുസരിക്കുന്നത് ബലിയേക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഹല്ലേലൂയ നല്ലതാവുന്നു എന്ന് ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ അനുസരിച്ചതുപോലെ ഈ ഓശാന ഞായറാഴ്ചയിൽ അവൻ എന്തു പറയുന്നു? നാം അനുസരിക്കുക. ആരാണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മളോട് എന്തു പറഞ്ഞാലും അത് നാം ഒബേ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഈ പ്രവചനം വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ, വായിക്കുന്നവൻ നല്ലൊരു ഭാഗ്യകരമായ അവസ്ഥയിൽ ഹല്ലേലൂയ 1:3 നമ്മോട് പറയുന്നു. രണ്ടാമതായിട്ട് കഴുതയാണ്. ഹല്ലേലൂയ. ഈ കഴുതയും കുട്ടിയും, ഈ മത്തായി സുവിശേഷത്തിൽ മാത്രമേ കഴുതയും കുട്ടിയെയും പറയുന്നുള്ളൂ. മറ്റിടത്തൊക്കെയും ഒരു കഴുത കുട്ടിയുടെ പുറത്ത് അവൻ വാഹനമേറി കടന്നു വരുന്നു. എന്താണ് ഹല്ലേലൂയ കഴുതയുടെ പ്രത്യേകത? എന്താണ് ഹല്ലേലൂയ കഴുതയെ കൊണ്ടുവന്ന്? ഈ കഴുതയെപ്പറ്റി നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം
13 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. എന്താണ്? ഹല്ലേലൂയ, മോശ ഇസ്രായേൽ ജനം ഹല്ലേലൂയ ചെങ്കടൽ കടന്നു വന്നിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തു, നിങ്ങളുടെ സന്തതിയും സന്തതിയുടെ പരമ്പരയും നിങ്ങൾ ഈ മാസം ഇപ്രകാരം പെസഹ ആചരിക്കണം. എന്നാൽ നിങ്ങളുടെ കടിഞ്ഞൂലുകളിൽ 11 വാക്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ആടുകളിൽ മനുഷ്യരിലായാലും ആടുകളായാലും മൃഗങ്ങളിലായാലും അതിൻ്റെ കടിഞ്ഞൂലിന് യഹോവയ്ക്ക് ഉള്ളതാകുന്നു. അതിൻ്റെ 13 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ആടിനെ ഹല്ലേലൂയ നിങ്ങൾ കടിഞ്ഞൂലിനെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുതയുടെ ഹല്ലേലൂയ കുട്ടിയെ കൊണ്ട് അതിനെ ചെയ്തിട്ട് അതിൻ്റെ പെടലി ഒടിച്ചു കളയണം. ഈ യെരുശലേമിൻ്റെ ഹല്ലേലൂയ ബത്ഫാഗയുടെ വഴിത്താരിയിൽ ആർക്കോ വേണ്ടി യാഗമായി തീരുവാൻ കഴുത്തൊടിക്കുവാൻ കിടന്നതായുള്ള ഒരു ഹല്ലേലൂയ കെട്ടപ്പെട്ട കഴുതയും അതിൻ്റെ കുഞ്ഞും കിടക്കുന്നു. ആരോ മേടിക്കുവാൻ യെരുശലേം ദേവാലയത്തിൽ യാഗങ്ങൾ ചെയ്ത് നമുക്കറിയാം. പ്രാവ്, കുറുപ്രാവ്, ആടുകളെല്ലാം ഉണ്ട്. എന്നാൽ ആരോ ഒരാൾക്ക് വേണ്ടി ഹല്ലേലൂയ കഴുത്തൊടിക്കുവാൻ പുറംപറമ്പിൽ കിടന്ന ഒരു കഴുതക്കുട്ടി. അങ്ങനെയെങ്കിൽ ഈ കഴുത നമ്മൾ പലപ്പോഴും പലരെ കഴുത അവഗണിക്കും, ഹല്ലേലൂയ. എന്നാൽ ഈ കഴുത നമ്മളാണ് എങ്കിൽ ഒരു കാലത്ത് ഈ പുറംപറമ്പിൽ കെട്ട് ഈ പാപപാശമാകുന്ന ഹല്ലേലൂയ അതിൽ കെട്ടപ്പെട്ട് കിടന്ന, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് അത് നമ്മെ അഴിച്ച് ഇതാ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. കഴുതയെപ്പറ്റി നമ്മൾ ഹല്ലേലൂയ പലരും പലതും പറയും. എന്നാൽ യെശയ്യാ പ്രവചനം 1 അധ്യായം 1 വാക്യം പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ഈ കഴുത ആരാണ്? ഹല്ലേലൂയ, ഈ കെട്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് യജമാനനെ അറിയുന്ന ഒരു മൃഗമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഓശാന ഞായറാഴ്ച തമ്പുരാനെ അറിയുന്ന അവൻ ചെയ്ത നന്മകൾ ഓർത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ മറക്കാതെ ഉപകാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സമയം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, കഴുതയെപ്പറ്റി നമുക്കറിയാം. യോബിൻ്റെ പുസ്തകം 1 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ സമ്പത്ത് കുതിരയല്ല, അവൻ്റെ സമ്പത്തിനെ വിളിച്ച് കാണിക്കുന്ന ഇപ്രകാരം പറയുന്നുണ്ട്, 7000 ആട്, 5000 ഒട്ടകം, 500 ഹല്ലേലൂയ 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 ഈ കാളകൾ, ഏർക്കാളകൾ, 500 ഹല്ലേലൂയ പെൺകഴുതകൾ. അപ്പോൾ സമ്പത്തിനെ കാണിക്കുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ ഈ കഴുത പുറംപറമ്പിൽ കെട്ടത് ദൈവത്തിൽ നമ്മളായിരിക്കുമ്പോൾ സമ്പന്നനായിരുന്ന യേശു ക്രിസ്തു, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കി തീർക്കുവാനുള്ള ദൈവകൃപ നാം അറിയണം. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തടത്ത് നമ്മെ അർഹതയുള്ളതാക്കി തീർത്തുന്നുവെങ്കിൽ ഈ ഓശാന ഞായറാഴ്ചയിൽ താവേ ഞാനൊരു കഴുതിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ തന്നതല്ലാതെ ഒന്നുമില്ല, നീയാണ് എൻ്റെ എല്ലാം, നീയാണ്, യേശുവാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയുമല്ല, ഇതൊരു രാജകീയ മൃഗമാണ്. പഴയ നിയമകാലത്ത് രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ കഴുതയുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 1 അധ്യായം 33 വാക്യത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം, ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ അവനെ കോവർ കഴുതപ്പുറത്ത് കൊണ്ടുവരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ കഴുതപ്പുറത്ത് കൊണ്ടുവന്നതായി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കഴുത ഒരു രാജകീയ മൃഗമാണ്. അതുകൊണ്ടാണ് കീശ് തൻ്റെ 2 കഴുതുകളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ശൗലിനെ പറഞ്ഞുവിടുന്നത്. അത്ര വിലയുള്ളതും രാജകീയമായൊരു മൃഗമാണ്. കാരണം എന്താണ്? ഇത് കൃപയാൽ ഇത് ദൈവത്തിൻ്റെ വചനം കേട്ട നമ്മളെ ഹല്ലേലൂയ മറ്റുള്ള മുന്നിൽ രാജകീയ പുരോഹിത വർഗമാക്കി. നിങ്ങളോ പത്രോസ് ലേഖനത്തിൽ പറയുന്ന പോലെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമായി നമ്മെ അവൻ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുന്നു. ഒരുപാട് കാര്യം പറയാനുണ്ട്. സംഖ്യാപുസ്തകം 22 അധ്യായത്തിലും ഇത് പ്രവാചകനെ ചുമക്കുന്ന ഇതാണ്. ബിലെയാമിനെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വരുന്നു. എന്നാൽ ഹല്ലേലൂയ, എന്നാൽ കൃപയാൽ ഈ കഴുത ഹല്ലേലൂയ ജീവിതത്തിൽ
അത് പ്രവാചകനെ ചുമ്മി ഹല്ലേലൂയ പ്രവാചകനെ നേരെ പാതയിൽ കൊണ്ടുവരുന്ന ഒരു മൃഗമായി തീർന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ശിംശോൻ നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം 19-15 ഒരു താടിയെല്ലുകൊണ്ട് ഹല്ലേലൂയ 1000 പേരെ കൊന്ന അവസ്ഥ അറിയാം. അങ്ങനെയെങ്കിൽ നാം ഒരു കഴുതയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു കഴുതയും കുതിരയും കൂടെ കണ്ടു. അവർ ഒരേ ഫാമിലിയിലാണ്. ഒരു ദിവസം കുതിര ചോദിച്ചു, എടാ നിനക്കെന്താടാ നിൻ്റെ കഴുത്ത് ഒടിഞ്ഞിരിക്കുന്നത്, താന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുതിര പറഞ്ഞു, എടാ കുതിരയോട് പറഞ്ഞു, നമ്മളെല്ലാം ഒരുപോലെ ആയിരുന്നു, കഴുത്ത് മുകളിൽ നോക്കി നടക്കുകയായിരുന്നു. എന്നാൽ ഞാനും എൻ്റെ കുഞ്ഞും ഹല്ലേലൂയ ഒരു പുറംപറമ്പിൽ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കഴുത്തൊടിച്ച് കൊന്ന് എന്നേക്കുമായി മാറ്റപ്പെടേണ്ട സ്ഥാനത്ത് ഞങ്ങളെ 2 പേര് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ തുണിയൊക്കെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ തലയൊന്ന് താഴ്ത്തുവാൻ. അവൻ കയറിക്കഴിഞ്ഞപ്പോൾ രാജാതിരാജാവാണ്. ആ ജനം വിളിച്ചു പറഞ്ഞു, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഒരു കാര്യം ചെയ്തു. എൻ്റെ മുകളിൽ കർത്താവ് കയറിയിട്ടുണ്ട്, ഞാൻ താഴ്ത്തിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ വാഹനമേറുന്നുവെങ്കിൽ തന്നെ താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെ താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. ജീവിതത്തിൽ താണ് ജീവിപ്പാൻ വിനയത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാകുന്നു എന്ന് കാണുന്നു. അത് തന്നെയുമല്ല, അവർ മൂന്നാമതായിട്ട് പുരുഷാരത്തെയാണ്. പുരുഷാരം ഒന്നാമതായിട്ട് അവിടെ വിളിച്ചു പറയുകയാണ്. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ അവർ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഹോശന്ന, എന്നെ രക്ഷ കാംക്ഷിച്ച ജനത്തിന് രക്ഷ കിട്ടിയതായുള്ളൊരു അനുഭവം. ഹല്ലേലൂയ രക്ഷയെ പ്രകീർത്തിക്കുന്ന ഒരു ജനം. എന്താണ് രക്ഷ? എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അപ്പോസ്തലപ്രവൃത്തി 16:30-31 വായിക്കുന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നു, യജമാനന്മാരെ ഞാൻ രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ ചെയ്യും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാലല്ലോ നാം രക്ഷപ്പെട്ടത്, ഇത് നാം ആരും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം. റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയും, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഈ ശബ്ദപരിധിയിൽ ഈ രക്ഷയുടെ അനുഭവം കേൾക്കാതെ, ഈ രക്ഷ സ്വീകരിക്കാതെ ഈ ലോകത്തിൽ പോകുന്നുവെങ്കിൽ ഇതാ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രക്ഷയായിത്തീർന്നെങ്കിൽ ഈ രക്ഷ ഇപ്പോൾ നമ്മുടെ കയ്യെത്താ ദൂരത്താണ്. ഹല്ലേലൂയ നമുക്ക് എത്തിപ്പിടിക്കാം. എന്നാൽ ഈ രക്ഷ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമായി തീരണം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ പുരുഷാരം കണ്ട് അവർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ആദ്യം ഒരു ഹല്ലേലൂയ പ്രൈസ് ചെയ്തുവെങ്കിൽ രണ്ടാമതൊരു ഡെഡിക്കേഷനാണ്. എങ്ങനെയാണ്? അവർക്കുള്ള വസ്ത്രം. ഹല്ലേലൂയ ഒരു ഭക്തൻ പറഞ്ഞത്, അവർ ഈ വസ്ത്രം അവർ മാളിട്ടപ്പോൾ റോമാ ഗവൺമെൻറ്റിൻ്റെ പീഡനങ്ങൾ ഹല്ലേലൂയ അവനെ കാണിക്കുകയാണ്. ഞങ്ങളുടെ ഈ പീഡനങ്ങൾ, ഞങ്ങളുടെ മുറിവും ചതവും ഒക്കെ അവനെ കാണിക്കുകയാണ്. അതിൻ്റെ നടുവിൽ അവരെല്ലാം മറച്ചു വെക്കാതെ ഇതാ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കും. നമ്മുടെ കുറവുകളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമുക്കുള്ളതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവർ ഹല്ലേലൂയ കുരുത്തോലകൾ വെട്ടി ഹല്ലേലൂയ വീശിക്കൊണ്ട് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധജനം അവർ പറയുകയാണ്, ഓശന്ന ഓശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു. ഒരു ഡെഡിക്കേറ്റഡായുള്ള ദിനം. അത് തന്നെയുമല്ല, അത് തന്നെയല്ല, ഇവർ 21-15 വാക്യത്തിൽ ഇവരുടെ ആരാധനയുള്ള സ്വരം ഉയർന്നു കേട്ടുകൊണ്ട് അവർ ആരാധിക്കുന്നതായുള്ള ജനം. പ്രൈസ് ചെയ്യുക മാത്രമല്ല, സ്തുതിക്കുക മാത്രമല്ല, അവരാരാധിക്കുന്ന ഒരു ജനമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ, ആരാധ്യനായ ദൈവത്തെ നാം ആരാധിക്കുക. കാരണം അവൻ മാത്രമാണ് ആരാധന. വെളിപ്പാട് പുസ്തകം പറയുന്നു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടവൻ, നീ മാത്രമാണ് യോഗ്യൻ, നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായ
ദൈവത്തെ നമുക്ക് സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. 21-ാം 10-11 വാക്യങ്ങളിൽ ഹല്ലേലൂയ, ജനം യെരൂശലേമിൽ നിന്ന് മഹാപുരോഹിതന്മാർ ഈ ആരവം കേട്ടുകൊണ്ട് ചോദിക്കുന്നു, ഹല്ലേലൂയ, ഇവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഗലീലയിലെ തച്ചൻ്റെ മകനാകുന്ന അവൻ യേശു ആകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ സാക്ഷീകരിക്കുക. ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളോട് ആരാ ചോദിക്കും? ഹല്ലേലൂയ, നാം സ്തുതിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ഈ തമ്പുരാൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയണം, എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ രോഗത്തിൽ നിന്നും ഹല്ലേലൂയ അവൻ എന്നെ വിടുവിച്ച ഒരു നസ്രയനായ യേശുവുണ്ട്. അവനൊപ്പം പറയുവാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല എന്ന് ഹല്ലേലൂയ സാക്ഷിക്കുക. നമുക്ക് ലഭിച്ചതായുള്ള വെളിച്ചം നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ആയിരിക്കുന്നിടങ്ങളിൽ ഒരു വിറ്റ്നസ് ആയിരിക്കണം. നമ്മെ കാണുന്നവർ യേശുള്ളതെന്ന് പറയണം. നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഇടപാടിലൊക്കെയും ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ യേശുവിനെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾ നിമിത്തം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകിത്തരല്ലേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത് തന്നെയുമല്ല, 4-മതായിട്ടല്ലേ, സമയം ചുരുക്കം കൊണ്ട് എളുപ്പം ഞാൻ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അവൻ ഈ പ്രവചനം നിവൃത്തിയാകുവാൻ പ്രവാചകൻ പറഞ്ഞതായുള്ള ആ പ്രവചനം നിവൃത്തിയാക്കി കാണിക്കുകയാണ്. ഇതാ നമ്മുടെ രാജാവ് സൗമ്യനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വാഹനമേറി വരുന്നു. അത്യുന്നതങ്ങളിൽ ഹല്ലേലൂയ ഓശന്ന പാടുന്ന അവൻ ഹല്ലേലൂയ പ്രവചനം നിവൃത്തിയാകുന്നു. അത് തന്നെയുമല്ല, അവൻ ആരാണ്? ഞാൻ മുൻപേ പറഞ്ഞതുപോലെ, പുരുഷാരം പറഞ്ഞുകൊണ്ട് അവനാണ് രക്ഷകൻ. ആ രക്ഷകനെ കാത്തിരുന്നപ്പോൾ ആ രക്ഷ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവം. നമ്മുടെ ദൈവം ആരാണ്? അവനൊരു കാലത്ത് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തുവെങ്കിൽ ഇതാ അവൻ നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ അന്ന് കഴുതപ്പുറത്ത് വന്നെങ്കിൽ അവൻ രാജാവായി കുതിരപ്പുറത്ത് വരുന്ന ഒരനുഭവം നമുക്ക് മധ്യാകാശത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെയുമല്ല, ഈ രാജാവ് ആരാണ്? ഒരു വ്യത്യസ്തനായ രാജാവാണ്. രാജാക്കന്മാർ മുൻപേ പറഞ്ഞതുപോലെ കുതിരപ്പുറത്ത് നോക്കിയാണ് വരുന്നത് ജയാളിയായി. എന്നാൽ നമ്മുടെ രാജാവ് ഒരു ഹമ്പിളായി, സിമ്പിളായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറുന്നു. താഴ്മയുടെയും ഹല്ലേലൂയ ഒരു പ്രതീകമായി ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഒരു രാജാവായിട്ട് കടന്നു വരുന്നു. അത് തന്നെയുമല്ല, യേശുക്രിസ്തു ആരാണ്? അവൻ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് ഹല്ലേലൂയ അവിടെ വിൽക്കുന്നവരെയും ഹല്ലേലൂയ എല്ലാത്തിനെയും ചാട്ടവാർ കൊണ്ടടിച്ചു. അവൻ രണ്ടാമത് രാജാവായി വരുമ്പോൾ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, അവൻ്റെ അന്ത്യന്യായവിധിയിൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർനടപ്പുകാർ, കൊലപാതകർ, ഹല്ലേലൂയ മദ്യപാനികൾ, അവരെല്ലാം എരിയുന്ന ജീവപുസ്തകത്തിൻ്റെ പേർ തുറക്കുമ്പോൾ ജീവപുസ്തകത്തിൽ കാണാത്ത ഏവനെയും തീപ്പൊയ്കി തള്ളിയിടുന്ന രാജാതിരാജാവ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളൊക്കെയും ഹല്ലേലൂയ ഒരു കച്ചവടച്ചരക്കായി ഹാർവെസ്റ്റുകളൊക്കെയും പണ്ട് കാലങ്ങളിൽ നമ്മുടെ പള്ളികളിൽ ആദിഫല ശേഖരണം അതാത് ഭവനങ്ങളിലായിരുന്നു. ഇന്ന് ഭവനത്തിൽ മാറിയിട്ട് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ആരാധനയുടെ മാഹാത്മ്യം കുറച്ചിട്ട് ഈ രാജാതിരാജാവ് കർത്താവ് ചാട്ടവാറുമായി കടന്നു വരും. എല്ലാവരെയും അടിച്ച് ഓടിച്ചിട്ട് അവൻ ആലയം ശുദ്ധീകരിക്കും. അങ്ങനെയെങ്കിൽ ഈ ആലയമാകുന്ന നമ്മുടെ ശരീരത്തിൽ ഇവൻ ന്യായം വിധിക്കാൻ വരും. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, അങ്ങനെ തന്നെ നിങ്ങളും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായതിനെ അശുദ്ധമാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ ന്യായം വിധിക്കും, ചാട്ടവാറെടുക്കും. ഹല്ലേലൂയ നമുക്ക് ആർക്കും അവന് മുന്നിൽ നിൽക്കുവാനൊക്കത്തില്ല. കണക്കെഴുത്തിൻ്റെ പ്രമാണി കണക്ക് ചോദിക്കുന്ന ഒരു നല്ല സുദിനം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധനയിക്കാം. അത് തന്നെയുമല്ല, അവസാനമായി അവൻ രാജാതിരാജാവായി കർത്താവായി ഹല്ലേലൂയ യെരൂശലേമിൻ്റെ ഒലിവിന് മലയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ
അവനെ എതിരേൽപ്പാൻ നമുക്ക്. അവൻ ആരാണ്? രാജാതിരാജാവ്. ഹല്ലേലൂയ. അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അവൻ്റെ വരവിൽ അവനോടുകൂടി ആയിത്തീരുന്നത് ആരാണ്? നമുക്കറിയാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട്, ദൈവത്തിൻ്റെ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെന്നേക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കേട്ട ദൈവവചനം നമുക്കൊന്നുകൂടെ അയവിറക്കാം. കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. കർത്താവേ, ഇന്ന് ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു. കർത്താവേ, നാളെ നീ വരുമ്പോൾ നിന്നോടുകൂടി ആയിത്തീരുവാൻ എന്നെ ഒരുക്കണമേ. കർത്താവേ, ശിഷ്യന്മാർ അനുസരിച്ചതുപോലെ കഴുത കർത്താവ് പുറംപറമ്പിൽ കിടന്നത്, കഴുത ഹല്ലേലൂയ അതിൻ്റെ അനുഭവങ്ങളിൽ ആക്കി തീർത്തത് അവനെ ഹല്ലേലൂയ യജമാനനെ അറിയുവാനും അവനെ സമ്പന്നനാക്കുവാനും അവന് രാജകീയമായ ഒരു ഭക്ഷണം കൊടുത്ത് പോറ്റിപ്പുലർത്തുവാൻ അവനെ ചുമക്കുവാൻ എന്നെയും സഹായിക്കണമേ. പുരുഷാരം ഹോശന്ന പറയാൻ അവൻ രക്ഷകനായതുകൊണ്ട്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്, അവർ സമർപ്പിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ അവനെ നമുക്കും സാക്ഷിക്കാം. നമ്മുടെ കർത്താവ് ആരാണ്? ഈ കർത്താവ് പ്രവാചകൻ. ആ പ്രവചനം നിവൃത്തിയാകുവാൻ ഈ ലോകത്തിലോട്ട് കടന്നു വന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഹല്ലേലൂയ കിടപ്പാൻ ഭവനമില്ലാതെ, ഹല്ലേലൂയ കൊടുക്കുവാൻ കയ്യിൽ കാശില്ലാതെ, വാഹനത്തിന് ഹല്ലേലൂയ സ്വന്തമായി വാഹനമില്ലാതെ, കരം കൊടുക്കുവാൻ പൈസ ഇല്ലാതെ, ഹല്ലേലൂയ അവൻ ഈ ഭൂമിയിൽ കടന്നു വന്നത് നമ്മെ രക്ഷിക്കുവാനാണ്. അവൻ രക്ഷകനാണ്. ഹല്ലേലൂയ അവൻ വ്യത്യസ്തനായി താഴ്മയുള്ളവനാണ്. അവൻ രാജാതിരാജാവായി ന്യായം വിധിക്കുവാൻ കടന്നു വരുന്നു. നമ്മെ ചേർപ്പാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ചുമന്നുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കഴുതയും കുട്ടിയും യെരൂശലേം ദേവാലയത്തിലോട്ട് ചെന്നപ്പോൾ അതിന് കിട്ടിയ സ്വീകരണം വലുതാണ്. എന്നാൽ കാരണം എന്താണ്? അതിന്മേൽ യേശു ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴുതക്കുട്ടി അത് കഴിഞ്ഞിട്ട് കഴുത്തും വിളിച്ച് അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കല്ലുകൾ എറിഞ്ഞ് മുറിവ് പറ്റി അമ്മയുടെ അടുത്ത് ഓടിച്ചെന്നു. ഹല്ലേലൂയ അത് ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരെല്ലാം അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് നല്ല സ്വീകരണമാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ എല്ലാവരും കല്ലെറിഞ്ഞു. അന്നേരം ആ അമ്മ പറഞ്ഞു, നിന്നെ അങ്ങോട്ട് പോയപ്പോൾ നിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? നിൻ്റെ കൂടെ യേശു ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? യേശു ഇല്ലായിരുന്നു. എന്നാൽ യേശു ഇല്ലാത്ത ജീവിതത്തിൽ ഈ യാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം താളടിയാകും, പതറും. ജീവിതത്തിൽ കഷ്ടത വരട്ടെ, പ്രയാസം വരട്ടെ, ദുഃഖം വരട്ടെ, അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുടുയർത്തവനേ അങ്ങേ ആരാധിച്ചിടുന്നു, ജീവൻ്റെ നായകനേ അങ്ങേ ആരാധിച്ചിടുന്നു ഞാൻ. ഹല്ലേലൂയ ഓശന്ന, ഹല്ലേലൂയ ഓശന്ന, ഹല്ലേലൂയ ഓശന്ന, ഹല്ലേലൂയ ഓശന്ന. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. അനുദിന വേദ ചിന്തകൾ